welcome to our esteemed guest, parents and our little stars. I invite Sarah and Jayden to deliver the welcome speech. Happy morning to one and all present here. With immense joy and pride, I extend a heartfelt welcome to each and every one of you to this opening ceremony. I extend my cordial welcome to Reverend Father Sajija Mundakal. We truly grateful for your presence on the joyous occasion which adds divine grace and meaning to this opening ceremony. Welcome, Father. It's with great pleasure and deep respect I extend my warm welcome to Sri Manoj Mutheden, the Honorable MLA. Reverend Father Eldor George and Ibn Elias. Fathers, your words of wisdom and spiritual support nurture our mind. Welcome, fathers. I extend a heartfelt welcome to our manager, PJ Eldorfer. Your guidance always the strong foundation on which our school continues to grow and flourish. Welcome, sir. Secretary G.B. Matthew, sir. Let's begin our ceremony with colorful and vibrant welcome dance by our adorable friends. Come on, friends. പ്രപഞ്ചാത്മാവേ ഉണരൂ ഉണരൂ വരദായക കൃപാവരം ചൊരിയൂ ചൊരിയൂ താവക പാദതാരിണകൂടും തവദാസർതൻ മാലകറ്റണേ നോവകറ്റണേ സത്യമേവ സർവേശ്വര സരി സരി മരി അവനി സരി സരി മരി മരി സരി ഭവനി സരി സരി ഭവനി മരി സരി ഭവനി സരി അറിവിൻ കതിരൊളി നിഴലിൽ നൽകണേ അനുപമ ജ്യോതിസേ പരമ്പൊരുളേ അറിവിൻ കതിരൊളി നിഴലിൽ നൽകണേ അനുപമ ജ്യോതിസേ പരമ്പൊരുളേ എരിയും തിരികളായി അഗ്നിനാളങ്ങളായി പടരൂ ചൊരിയൂ തപസകറ്റൂ എരിയും തിരികളായി അഗ്നിനാളങ്ങളായി പടരൂ ചൊരിയൂ തപസകറ്റൂ അറിവിൻ കതിരൊളി നിറവിൽ നൽകണേ അനുപമ ജ്യോതിസേ പരമ്പൊരുളേ വെണ്ണിങ്ങൾ തല പോലെ പ്രഭവിത
സന്തോഷകരമായ ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വളരെ പ്രാർത്ഥനയോടെ ആരംഭിക്കുന്നതായ ഈ ഒരു ചടങ്ങ് വളരെ വലിയൊരു പ്രാർത്ഥന ഇതിനാവശ്യമുണ്ട് എന്ന് ഞാൻ ചിന്തിക്കാം. പ്രത്യേകിച്ച് പുതുതായി ഈ സ്കൂളിലേക്ക് കടന്നു വരുന്ന, കിഡ്സ് വേൾഡിലേക്ക് കടന്നു വരുന്ന കുട്ടികളെ സംബന്ധിച്ച് അവരുടെ വലിയൊരു ജീവിത ഇടത്തിലേക്കുള്ള ആദ്യത്തെ കാൽവെപ്പാണല്ലോ ഇത്. നീണ്ട വർഷത്തെ വിദ്യാഭ്യാസ കാലയളവിലേക്ക് നമ്മുടെ കുഞ്ഞുമക്കൾ കടന്നു വരികയാണ്. ഈ വിദ്യാഭ്യാസമാണല്ലോ നാളെ അവർ ആരായിരിക്കണമെന്നും എങ്ങനെയുള്ളവരായിരിക്കണമെന്നും ഏതെല്ലാം മേഖലകളിൽ ഈ സമൂഹത്തിന് വേണ്ടി എന്തെല്ലാം സംഭാവനകൾ നൽകേണ്ടവരാണ് എന്നൊക്കെ തീരുമാനിക്കാം. ഒരു സ്കൂളിനെ സംബന്ധിച്ച് കടന്നു വരുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് ദൈവദത്തമായി ഈശ്വരൻ നൽകിയിരിക്കുന്ന നല്ല താലന്തുകളെ പരിപോഷിപ്പിക്കാൻ ആവശ്യമായ നല്ല ഇടങ്ങൾ ഒരുക്കുക, നല്ല സാഹചര്യങ്ങൾ ഒരുക്കുക, നല്ല അവസരങ്ങൾ നൽകുക എന്നുള്ളതാണ് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം. ഇന്ന് പലപ്പോഴും സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ ചില പ്രത്യേക ഇടങ്ങൾക്കും ചില പ്രത്യേക ദിശകൾക്കും ഒക്കെ മാത്രം പ്രാധാന്യം കൊടുക്കുകയും സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള വിവിധങ്ങളായ തലങ്ങളെ അവഗണിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതിയാണുള്ളത്. എന്നാൽ നമ്മുടെ ഈ സ്കൂളിന് നാളത്തെ നല്ലൊരു സമൂഹത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ അവസരങ്ങളും എല്ലാ സാഹചര്യങ്ങളും ഈ കടന്നു വരുന്ന കുഞ്ഞുമക്കൾക്ക് ഒരുക്കി കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന അധ്യാപകരും നേതൃത്വം കൊടുക്കുന്ന മാനേജ്മെന്റും ഇതിനെല്ലാം നേതൃത്വം നൽകുന്ന നമ്മുടെ ദേവാലയവും പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥതയൊക്കെ ഈ വരുന്ന കുഞ്ഞുങ്ങൾക്കുള്ള എല്ലാ അവസരങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും നൽകുവാനായിട്ട് ഉതകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാവിധമായ ആശംസകളും അനുഗ്രഹങ്ങളും നേരുകയും ചെയ്യുന്നു. താങ്ക് യു. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു അധ്യയന വർഷം നമ്മുടെ പുതിയ കുട്ടികൾ ആരംഭിക്കുകയാണ്. ജീവിതത്തിൽ ഏറ്റവും സുന്ദരമായിട്ടൊരു കാലഘട്ടത്തിലേക്കുള്ള ചുവടുവയ്പ്പാണ് ഇവിടെ നിന്ന് ആരംഭിക്കുന്നത്. നമുക്കറിയാം, പണ്ട് കാലത്ത് സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള പ്രവേശനോത്സവം നടക്കാറില്ല. അംഗനവാടിയിൽ പോകുന്ന കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ ആശാക്കളിൽ പോകുന്ന കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ പഴയ കാലത്ത് നമുക്കറിയാം ട്യൂഷൻ സെൻ്ററിലൊക്കെയാണ് നമ്മുടെ തുടക്കം. ഏതെങ്കിലുമൊക്കെ അക്ഷരകളരിയിലൊക്കെ പോയി പഠിക്കുന്ന അങ്ങനെ നമ്മുടെ അംഗനവാടികളോ KG ഒന്നും ഇല്ലാത്തൊരു കാലത്ത്. അപ്പോൾ അത്തരത്തിലൊരു വർണ്ണാഭമായിട്ടുള്ള പ്രവേശനോത്സവമൊന്നും ഇല്ലാതിരുന്നൊരു കാലത്ത് വ്യത്യസ്തമായി വളരെ വർണ്ണാഭമായിട്ടുള്ള വളരെ മഹനീയമായ ചടങ്ങോടുകൂടി ആ പ്രവേശനോത്സവം നടക്കുമ്പോൾ നമ്മുടെ കുരുന്നുകളുടെ ജീവിതത്തിൽ, ഇവിടെ നേരത്തെ ബഹുമാനായിട്ടുള്ള അച്ഛൻ പറഞ്ഞതുപോലെ, ജീവിതത്തിൽ ഏറ്റവും സുന്ദരമായിട്ടുള്ളൊരു യാത്രയുടെ തുടക്കമാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത്. ഈ യാത്രയുടെ തുടക്കത്തിലാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ കരുത്തായവർക്ക് ജീവിതത്തിലുടനീളം അവർക്ക് അവരുടെ ജീവിതത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള സ്വഭാവത്തെ രൂപീകരിക്കാൻ, അവരുടെ പഠന മികവിനെ വാർത്തെടുക്കാൻ, അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഏറ്റവും നല്ല മിടുക്കന്മാരും മിടുക്കികളുമാകാൻ കഴിയുന്ന ഒരു വലിയ പ്രയാണത്തിൻ്റെ തുടക്കമാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത്.
നമ്മുടെ സ്കൂൾ ജീവിത കാലഘട്ടത്തിൽ രൂപപ്പെടുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ നമ്മളാക്കി മാറ്റുന്നത്. സ്കൂൾ ജീവിതകാലത്തുണ്ടാകുന്ന സൗഹൃദങ്ങളും അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ പരിവർത്തിത യാഥാർത്ഥ്യങ്ങളൊക്കെ തിരിച്ചറിയാൻ കഴിയുന്ന കഴിവുകളും ഒക്കെയാണ്. അത്തരത്തിലുള്ള എല്ലാ അനുഭവങ്ങളുമാണ് ജീവിതത്തിലുടനീളം നമ്മളാക്കി മാറ്റുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു യാത്രയുടെ തുടക്കമായി നമ്മുടെ കുട്ടികൾ ഇന്ന് കടന്നു വരുമ്പോൾ ഏറ്റവും കുരുന്നുകളാണ്. അവരെല്ലാം വീടുകളുടെ 4 ചുവരുകൾക്കുള്ളിൽ പ്രിയപ്പെട്ട അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ സ്നേഹവാത്സല്യമേറ്റ് അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഇന്നേ വരെ അവർ മുഴുവൻ സമയവും വീടിനകത്ത് വീട്ടുകാരുമായിട്ട് മാത്രമുള്ള സൗഹൃദത്തിൽ കഴിഞ്ഞവരാണ്. പക്ഷെ ഇനി അങ്ങോട്ട് വരുമ്പോൾ ഒരുപാട് കൂട്ടുകളുണ്ടാകും, ഒരുപാട് സൗഹൃദങ്ങളുണ്ടാകും, ഒരുപാട് വ്യത്യസ്തമായ ജീവിത സാഹചര്യത്തോടെ കടന്നു വന്ന ഒരുപാട് സുഹൃത്തുക്കളെ അവർക്ക് പരിചയപ്പെടാനും അവരുമായി കൂട്ടുകൂടാനും സമ്പർക്കം കൂടാനൊക്കെ കഴിയുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവർ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ അത്തരത്തിലൊക്കെ നമ്മുടെ കുട്ടികൾക്ക് അറിവിൻ്റെ വലിയ വാതായനങ്ങളിലേക്കുള്ള ഒരു മുന്നോട്ടുള്ള പ്രയാണത്തിന് തുടക്കമിടുന്ന ദിനത്തിൽ വളരെ വർണ്ണാഭമായി നമ്മുടെ കുട്ടികളിവിടെ വളരെ നമ്മളെ എല്ലാവരും വെൽക്കം ചെയ്തുകൊണ്ടുള്ള സ്പീച്ച് ഉൾപ്പെടെ അതുപോലെ തന്നെ ഇവിടെ കലാപരിപാടികൾ ഉൾപ്പെടെ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ഏറ്റവും ഭംഗിയാർന്ന വളരെ മനോഹരമായിട്ടുള്ള ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയുന്ന സന്തോഷം രേഖപ്പെടുത്തുകയാണ്. വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് സുന്ദരമായ ഒരു കാലഘട്ടമാണ്. ജീവിതത്തിലുടനീളം നമുക്ക് ഓർത്തിരിക്കാൻ കഴിയുന്ന ഒരുപാട് അനുഭവങ്ങൾ സമ്മാനിക്കുന്നത് ഈ വിദ്യാഭ്യാസ കാലഘട്ടത്തിലാണ്. ഏറ്റവും ചെറിയ കുട്ടികൾ നമ്മുടെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ അവരുടെ ഒരു ബുദ്ധിമുട്ടുകൾ അവർ ഈ സ്കൂളിലേക്ക് ഫസ്റ്റ് ഡേ വന്നപ്പോൾ അവരുടെ ഓരോ കളിച്ചിരികളും അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെ വലിയ ഉത്കണ്ഠയും പാരൻസിനുമുണ്ട്, കുട്ടികൾക്കുണ്ട്. ഈ കുട്ടികളെല്ലാം നമ്മുടെ KGയിലെ ടീച്ചേഴ്സും അവരുടെ നോൺ ടീച്ചിങ് സ്റ്റാഫുകളും വളരെ സ്നേഹത്തോടെ കരുതുന്നത് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. നിങ്ങളേവരും പാരൻസിനോട് പറയാനുള്ള നമ്മുടെ ഈ സ്കൂളിലേക്ക് വിടുന്ന ഓരോ കുട്ടികളെയും നമ്മൾ അത്ര സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും മാത്രമാണ് പരിപാലിക്കുന്നത്. പാരൻസ് എന്തായാലും ഈ സ്കൂളിലേക്ക് നിങ്ങളെ കുട്ടികളെ ധൈര്യമായിട്ട്, നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്താണ് നിങ്ങളുടെ കുട്ടികൾ. നിങ്ങളുടെ ആ സമ്പത്തിനെ ഞങ്ങളെ ഏൽപ്പിക്കുമ്പോൾ ഞങ്ങൾ അത് 100% ഉത്തരവാദിത്തോടു കൂടി തന്നെ ഞങ്ങൾ ആ കുട്ടികളെ കെയർ ചെയ്യും എന്ന് ഞങ്ങൾ ഉറപ്പു തരുന്നു. നിങ്ങളെടുത്ത തീരുമാനം സെന്റ് മേരീസ് എന്ന് പറയുന്ന ഈ സ്കൂളിൽ, നമ്മുടെ സെന്റ് മേരീസ് ചർച്ചിന്റെ ഇത്രയും വളരെ ചൈതന്യമുള്ള പരിശുദ്ധ മാതാവിന്റെ മധ്യസ്ഥയിലുള്ള ഈ ചർച്ചിന്റെ കീഴിലുള്ള ഈ സ്കൂളിലെ ഒരു പ്രവർത്തനത്തിൽ അച്ഛൻ പറഞ്ഞ പോലെ ഒരു ദൈവ ചൈതന്യമുണ്ട്. ആ ചൈതന്യത്തിലൂന്നി തന്നെ നിങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ അത്രയും കൃത്യനിഷ്ഠതയോടെ നിങ്ങളുടെ പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലും ആ കുട്ടികൾക്കുണ്ടാകുന്ന കഴിവുകളെ നമ്മുടെ ഇത്രയും സീനിയറായ ടീച്ചേഴ്സ്, അത്രയും പ്രഗത്ഭരായ ടീച്ചേഴ്സാണ് നമ്മുടെ സ്കൂളിലുള്ളത്. ഇത്രയും സീനിയോറിറ്റി ഉള്ള ടീച്ചേഴ്സുള്ള സ്കൂളുകൾ തന്നെ വളരെ കുറവാണ്. അപ്പോൾ ആ സീനിയോറിറ്റി, കുട്ടികളെ പരിപാലിച്ചുള്ള ആ സീനിയോറിറ്റി നമുക്ക് മുതൽക്കൂട്ടാവും. ആ കുട്ടികൾക്ക് ഉണ്ടാവുന്ന അക്കാഡമിക്കായും നോൺ അക്കാഡമിക്കായും ഉണ്ടാവുന്ന കഴിവുകളെ, ഓരോ കുട്ടികളെയും അത് നമ്മൾ വ്യക്തമായി അവരെ പരിപോഷിപ്പിച്ച് ഉത്തമമായ ഒരു പൗരന്മാരാക്കി വളർത്താൻ വേണ്ടി ഈ സ്കൂളിൽ നിന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ടാവും. അതുപോലെ തന്നെ അക്കാഡമിക് അല്ലാതെ തന്നെ നോൺ അക്കാഡമിക് ആയിട്ടായാലും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളും നമുക്ക് ഇവിടെ നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും അതുപോലെ എല്ലാ സപ്പോർട്ടുകളും നമുക്ക് പള്ളി ചെയ്തു തരുന്നുണ്ട്. ഹാപ്പി മോർണിംഗ് ടു ഓൾ. ഹാപ്പി അല്ലേ നേരം? ഹാപ്പി ആണെങ്കിൽ ഉറക്കെ പറയാമോ? ഹാപ്പി മോർണിംഗ്. തീർച്ചയായിട്ടും വളരെ സന്തോഷത്തിൻ്റെ ഒരനുഭവത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് KG സെക്ഷൻ പ്രിയ കുഞ്ഞുങ്ങൾ ഇതുവരെ നമ്മുടെ ഭവനത്തിൽ മാതാപിതാക്കളുടെ പരിചരണത്തിൽ കഴിഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് അറിവിൻ്റെ കൊച്ചു ലോകത്തേക്ക് ആ പ്രിയ മക്കൾ കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. നമ്മുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാം കുട്ടികളെ കുറിച്ച് പറഞ്ഞ ഒരു വാചകം ഇപ്രകാരമായിരുന്നു: ഓരോ കുഞ്ഞുങ്ങൾക്കും ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടാകണം. ആ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതത്തിനൊരു വലിയ മൂല്യം ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും ഇന്ന് ഇവിടെ ഈ അറിവിൻ്റെ ലോകത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി നമ്മുടെ ഈ സെന്റ് മേരീസ് സ്കൂളിലെ അധ്യാപകർ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നുണ്ട്.
അതിൻ്റെയൊക്കെ ഒരു വലിയ തെളിവാണ് ഈ കുഞ്ഞുങ്ങൾ ഇവിടെ വന്നിരുന്ന് ഇംഗ്ലീഷിൽ ഇപ്രകാരം ഫ്ലുവൻ്റായിട്ട് സംസാരിക്കുമ്പോൾ ഒത്തിരി അതിശയം തോന്നുന്നുണ്ട്. കാരണം ഇത്ര ചെറിയ പ്രായത്തിൽ ഇത്ര ഫ്ലുവൻ്റായിട്ട് ഇത്ര ക്ലാരിറ്റിയോട് കൂടി ഓരോ കാര്യങ്ങൾ ദൃഢമായ വിശ്വാസത്തോടു കൂടി പറയുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എനിക്ക് അങ്ങനെ കഴിയാൻ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് തീർച്ചയായിട്ടും നമ്മുടെ ടീച്ചർമാരുടെ കഠിനമായ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ആ കുഞ്ഞുങ്ങളെ ഇപ്രകാരം ഒരു നല്ല നിലയിലേക്ക് വളർത്തിയെടുക്കുവാനായിട്ട് സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്നിവിടെ പുതിയ പ്രവേശനോത്സവത്തിലേക്ക് വന്നിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഇപ്രകാരം നല്ല അടിത്തറയുള്ള ഒരു നല്ല കഴിവുള്ള ഒരു തലമുറയായിട്ട് വളർത്തിയെടുക്കുവാനായിട്ട് നമ്മുടെ ഈ സ്കൂളിന് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അതേപോലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും എല്ലാവിധമായിട്ടുള്ള നന്മകളും ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ എവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. സൂര്യനുദിച്ചു നമുക്കിന്നറിവിന്നുത്സവഘോഷം പുസ്തകമധുരം നുകരാമിനിയും പൂമ്പാറ്റകളായി മാറാം. അക്ഷര സൂര്യനുദിച്ചു നമുക്കിന്നറിവിന്നുത്സവഘോഷം പുസ്തകമധുരം നുകരാമിനിയും പൂമ്പാറ്റകളായി മാറാം. കളിച്ചിരി നിറയും തിരുമുറ്റങ്ങളിൽ ആടിപ്പാടി രസിക്കാം. അറിയാ കഥയുടെ ചെപ്പു തുറക്കാം. അക്ഷര സൂര്യനുദിച്ചു നമുക്കിന്നറിവിന്നുത്സവഘോഷം പുസ്തകമധുരം നുകരാമിനിയും പൂമ്പാറ്റകളായി മാറാം. അക്ഷരവഴിയെ പോകാം. ഒത്തുപിടിച്ചാൽ ഒരു മല ഇരുമല അറിവിൻ പൂമല കേറാം. കുത്താന കളിച്ചിട്ടക്ഷരവഴിയെ പോകാം. ഒത്തുപിടിച്ചാൽ ഒരു മല ഇരുമല അറിവിൻ പൂമല കേറാം. എണ്ണം ചൊല്ലി കണ്ണും പൊത്തിയൊളിച്ചു കളിച്ചു രസിക്കാം. എണ്ണം ചൊല്ലി കണ്ണും പൊത്തിയൊളിച്ചു കളിച്ചു രസിക്കാം. കണ്ടു നടന്ന പിതാവുകളൊക്കെ കൈകൾ കൊണ്ടുവരയ്ക്കാം. നന്നായി കൈകൾ കൊണ്ടുവരയ്ക്കാം. അക്ഷര സൂര്യനുദിച്ചു നമുക്കിന്നറിവിന്നുത്സവഘോഷം പുസ്തകമധുരം നുകരാമിനിയും പൂമ്പാറ്റകളായി മാറാം. അക്ഷര സൂര്യനുദിച്ചു നമുക്കിന്നറിവിന്നുത്സവഘോഷം പുസ്തകമധുരം നുകരാമിനിയും പൂമ്പാറ്റകളായി മാറാം. അക്ഷര സൂര്യനുദിച്ചു നമുക്കിന്നറിവിന്നുത്സവഘോഷം പുസ്തകമധുരം നുകരാമിനിയും പൂമ്പാറ്റകളായി മാറാം.
the little ones who have joined the school in LKG and all the other students. Happy morning once again. I think you are not here and not listening to even. ഒത്തിരി സന്തോഷമുണ്ട് ആദ്യമേ തന്നെ ഈ സ്കൂളിൽ തിരഞ്ഞെടുത്തതിൽ LKG ജോയിൻ ചെയ്ത എല്ലാ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളെയും അഭിനന്ദിക്കുന്നു. നിങ്ങൾക്ക് ഈ സ്ഥാപനത്തിലുള്ള ഒരു ട്രസ്റ്റ്, വി അപ്രീഷിയേറ്റ് ദാറ്റ്. അത് ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് അഗാധമായ അല്ലെങ്കിൽ ആത്മാർത്ഥമായ പ്രവർത്തനം ഉണ്ടാകുന്നതാണ്. ഇന്നേ ദിവസം ഒരുപാട് സ്പീച്ചുകളും ഒത്തിരി കാര്യങ്ങളും എല്ലാം നിങ്ങളെല്ലാവരും കേട്ടു. ആൻഡ് ഇറ്റ് ഈസ് ടു ലേറ്റ്. ഇന്ന് LKG ക്ലാസ്സിലേക്ക് ആദ്യമായിട്ട് സ്കൂളിലേക്ക് വരുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകമായും വളരെ പ്രധാനമായും അവരെ ഏറെ സന്തോഷത്തോടെ ഈ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം മാതാപിതാക്കളെയും. മറ്റ് യാതൊന്നും ഇന്നത്തെ ഈ ദിവസം പറയാനായിട്ടില്ല. താങ്ക് യു once again. Parents, I do understand the anxieties, the bit of pride in your eyes, because it's relatable for me. As the Reverend Father said, the four walls of St. Mary's Public School is not just a learning center. This is our second home. And this is built on love, patience, and gentle care. This academic year is not only about learning the alphabets or the numerals. We want your child to speak up, to stay active and curious, and to learn certain values like sharing and caring. We will celebrate their victories and we will hold their hands when they trip, that is for sure. Now, to the little children, welcome you all to the world of colors, to the world of stories, to the world of poems, and to the world of new friends. As Principal said, dear parents, thank you so much for trusting us and thank you for selecting us for your child's bright future. And all the best wishes for all the newly joined children. Thank you so much. Let me invite all the dignitaries to the dais for blessing ceremony.
although he had to leave early due to prior commitments, his presence and support added great value to this occasion. Thank you, sir. I thank all the dignitaries, Father Eltho George, Father Ebin Elias, Manager, Eltho Paul sir, Basil sir, Jimmy Martin sir, Saju sir, PP Eltho sir, and Joby sir, Principal, Vice Principal, and KT Head for their constant support, guidance, and encouragement. Thank you all. My special thanks go to all the teachers and non-teaching staff whose dedication and teamwork made today's program a grand success. Thank you all. I also extend my gratitude to the parents for their participation and cooperation. Thank you, dear parents. A big thank you to our little ones whose enthusiasm, confidence, and participation brought life and joy to this ceremony. Thank you, dear little ones. Finally, I thank each and everyone present here for making this opening ceremony